ജിൻഡോ ജോണിലേക്ക് പോകുന്നു. ജിൻഡോ ജോൺ, ഇപ്പോൾ CPM ക്ലെയിം വെച്ചിരിക്കുന്നു LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതേസമയം BJP പറയുന്നത് തങ്ങൾ ജയിക്കുമെന്നും UDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ്. പിരായിരിയിലെയും മാത്തൂരിലെയും കണ്ണാടിയിലെയും പോളിംഗ് പെർസെൻറ്റേജിലെ ഇടിവിൽ നിങ്ങൾക്കൊരു നെഞ്ചിടിപ്പുണ്ടോ ഡോക്ടർ ജിൻഡോ ജോൺ? ഡോക്ടർ അരുൺ, എനിക്ക് എക്കോ വരുന്നേ. ഇതിൽ കോൺഗ്രസിന് UDFന് യാതൊരു നെഞ്ചെടുപ്പുമില്ല. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 8-8.5 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തിയ നിരന്തര സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി തന്നെയായിരിക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ച ജനപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായിരിക്കും. ജനങ്ങളുടെ നിത്യനിദാനമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള അംഗീകാരമായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന 23-ാം തീയതി, ഈ 23-ാം തീയതി വരെ LDFനോ BJPക്കോ CJPക്കോ ആർക്ക് വേണമെങ്കിലും അവകാശവാദം ഉന്നയിക്കാം. അത് ശരിയാണെങ്കിലും ജിൻഡോ നോക്കൂ, പിരായിരിയിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 12,815 വോട്ടാണ് കിട്ടിയത്. ഏകദേശം 6,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFിൽ നിന്നും NDയിൽ നിന്നും നിങ്ങൾക്കുണ്ടായി. അവിടെയാണ് ഒരു 4% കുറവുണ്ടാവുന്നത്. ഒരു 2,000-2,500 വോട്ടർമാർ അവിടെ കുറയുന്നു. മാത്തൂരിലും കണ്ണാടിയിലും ഇഞ്ചോടിഞ്ചായിരുന്നെങ്കിലും NDയേക്കാൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട നിലയായിരുന്നു. അവിടെയും നിങ്ങളുടെ പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ NDക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നു. ഈ പോളിംഗ് പെർസെൻറ്റേജ് നിങ്ങളിൽ നെഞ്ചിടിപ്പുണ്ടാക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഒരു രീതിയിലുമില്ലല്ലോ. പോളിംഗ് പെർസെൻറ്റേജ്, ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഉയരുകയാണെങ്കിൽ ഉയർന്നപ്പോഴാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഒരു കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റിയത്. ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ ഓരോ സ്ഥലം എടുത്ത് പരിശോധിക്കണം. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള അവരുടെ സഖാക്കന്മാരുടെയും സംഘികളുടെയും സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് വരാതിരുന്നിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഇവിടെ UDFൻ്റെ വോട്ടുകൾ കൃത്യമായിട്ട് വന്ന് പോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലല്ലേ ഞങ്ങൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത്. സന്ദീപ് വാര്യരെ എടുത്തത് അവസാന നിമിഷം ഒരു തിരിച്ചടിയായോ ജിൻഡോ? ഒരു രീതിയിലുമില്ലല്ലോ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ BJPയുടെയും RSSൻ്റെയും ഇക്കാലത്തെ മികച്ച ഒരു പ്രവർത്തകനായിരുന്നല്ലോ, പ്രചാരകനായിരുന്നല്ലോ. അദ്ദേഹത്തെ ആ ചേരിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ മതേതര ചേരിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും BJPയുടെ RSSൻ്റെ ചേരിയിലെ എണ്ണം കുറയ്ക്കുകയല്ലേ ഞങ്ങൾ ചെയ്തത്. അത് ഒരാളെങ്കിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ മാറുകയല്ലേ ചെയ്തത്. അപ്പോൾ Debate with Dr. Arun Kumar.